ഹലോ നമസ്കാരം. മഴത്തോരു മുമ്പേടെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക കേട്ടോ, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ രേവതിക്കുട്ടിയെ അന്വേഷിച്ച് വന്ന രമേശൻ നായർ രേവതിക്കുട്ടിയെ കാണുകയും ഭയങ്കര സന്തോഷമാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. മാമച്ചായനോടും ഗ്രേസമ്മയോടും തൻ്റെ ജീവിത കഥയൊക്കെ പറയുന്നുണ്ട്. അതനുസരിച്ച് മാമച്ചായൻ അവരോട് പറയുന്നുണ്ട്, ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറയുകയാണ്. മാമച്ചായൻ പറയുന്നുണ്ട്, ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ, അതിനുശേഷം നിങ്ങളെ വിവരം അറിയിക്കാം എന്ന് പറയാണ്. അങ്ങനെ അവരോട് യാത്ര പറഞ്ഞ് രമേശൻ നായർ പോവുകയാണ്. അങ്ങനെ പോയതിന് ശേഷം മാമച്ചായനും ഗ്രേസമ്മയും രേവതിക്കുട്ടിയും കൂടി ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട്, നിൻ്റെ മുത്തച്ഛനാണ് വന്നതെങ്കിൽ നിനക്ക് പോകാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ആൻറ്റി ഞാൻ പറഞ്ഞു കഴിഞ്ഞു, എനിക്ക് ആൻറ്റിയും അങ്കിളിനെയും വിട്ടിട്ട് എവിടേക്കും പോവണ്ട. ഇനി എൻ്റെ ആര് തന്നെ വന്ന് വിളിച്ചാലും, എൻ്റെ എത്ര ബന്ധുക്കളാണ് എത്ര സ്വത്ത് തന്നാലും എന്തൊക്കെ പൊന്നുകൊണ്ട് മൂടാമെന്ന് പറഞ്ഞാലും എനിക്ക് ആരുടെ കൂടെയും പോവണ്ട എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ആ ഭാഗത്തെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട എന്ന് പറയണം. പക്ഷേ നിൻ്റെ മുത്തച്ഛനാണെങ്കിൽ, നിൻ്റെ അച്ഛൻ ഇങ്ങനെ വയ്യാതെ കിടക്കുകയാണ്, അവരുടെ അവസാനത്തെ ആഗ്രഹമാണെങ്കിൽ ഒന്ന് പോയി കാണേണ്ടത് നമ്മുടെ കടമയല്ലേ എന്ന് ചോദിക്കണം. നിനക്ക് ആഗ്രഹമില്ലേ നിൻ്റെ അച്ഛനെ കാണാൻ എന്ന് മാമച്ചായൻ ചോദിക്കുമ്പോൾ, അങ്കിളെ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല, എന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്നൊന്നും എനിക്കറിയില്ലല്ലോ. ഇപ്പോൾ ഈ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ലേ അറിയത്തുള്ളൂ. എന്താണെങ്കിലും ആൻറ്റിയും അങ്കിളും തീരുമാനിക്കുന്നത് എന്താണോ അത് ഞാൻ അനുസരിക്കും. പക്ഷേ ഇവിടെ നിന്ന് പോകുന്ന കാര്യത്തെക്കുറിച്ച് മാത്രം ആര് എന്ത് പറഞ്ഞാലും ഞാൻ പോവത്തില്ല. നിങ്ങൾ എന്നെ ഇവിടെ നിന്ന് തല്ലിയിറക്കി വിട്ടാലും ഞാൻ പോവത്തില്ല. പക്ഷേ നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ നിങ്ങൾ എന്നെ അവിടെ കൊണ്ടുപോയി കാണിക്കുകയാണെങ്കിൽ എനിക്ക് യാതൊരു എതിർപ്പുമില്ല, ഞാൻ പോകാം, അച്ഛനെ കാണാം, പോരാം, അത്ര മാത്രം. അല്ലാതെ വേറെ ഒരു ബന്ധവും ഞങ്ങൾ തമ്മിൽ ഉണ്ടാവില്ല ആ കുടുംബവുമായിട്ട് എന്ന് പറയാണ് രേവതിക്കുട്ടി. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഗ്രേസമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് മാമച്ചായനും ജോസൂട്ടിയും കൂടിയിട്ട് ഈ കിളിമാനൂർ പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ട് പോകുന്നതാണ്. അപ്പോൾ ഇവർ അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ പോയ ദിവസം ഇങ്ങനെ ഗ്രേസമ്മയും രേവതിക്കുട്ടിയും ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തായിരിക്കും, പോയ വിവരങ്ങളൊന്നും അറിയത്തില്ലല്ലോ. അങ്ങനെ ഇവർ പോയിട്ടുണ്ട്, പക്ഷേ ആ പോയ കാര്യങ്ങളൊന്നും അവിടെ പോയി അന്വേഷിക്കുന്നതൊന്നും ഇങ്ങനെ കാണിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ അവർ വന്നതിന് ശേഷം ഗ്രേസമ്മ ഓടി വന്ന് ചോദിക്കുന്നുണ്ട്, എന്തായി മാമച്ചായ, പോയ കാര്യമൊക്കെ എന്തായി എന്നൊക്കെ ചോദിക്കുമ്പോൾ മാമച്ചായൻ രേവതിക്കുട്ടിയോട് പറയാണ്, നല്ല ക്ഷീണമുണ്ട്, നീ എനിക്കൊരു ജ്യൂസ് എന്തെങ്കിലും കൊണ്ടുവന്ന് തന്നി കുടിക്കാനായിട്ട് എന്ന് പറയണം. അപ്പോൾ പെട്ടെന്ന് രേവതിക്കുട്ടി പോയിട്ട് ഗ്രേസമ്മയ്ക്കും അതുപോലെ മാമച്ചായനും ജ്യൂസ് എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ മാമച്ചായനോട് ചോദിക്കുകയാണ് ഗ്രേസമ്മ, മാമച്ചായ ഒന്ന് പറയും, ഇങ്ങനെ ടെൻഷൻ അടുപ്പിക്കല്ലേ, എന്തായി പോയ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചോ, അതൊക്കെ സത്യമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മാമച്ചായൻ പറയുന്നുണ്ട്, സത്യമാണ് എല്ലാ കാര്യങ്ങളും, രമേശൻ നായർ ഇവിടെ വന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ്. അന്വേഷിച്ചത് വെച്ച് നോക്കുമ്പോൾ രമേശൻ നായരുടെ മകൻ്റെ മകൾ തന്നെയാണ് രേവതിക്കുട്ടി എന്ന് പറയണം. അത് കേട്ടപ്പോൾ ഗ്രേസമ്മ ആകെ ഷോക്കാവുന്നുണ്ട്. അപ്പോൾ രേവതിക്കുട്ടിയും അതുപോലെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അയാൾ പറഞ്ഞത് ശരിയാണോ, അയാളുടെ മകൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ, വളരെ ക്രിട്ടിക്കൽ കണ്ടീഷനിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അപ്പോൾ എന്താണെങ്കിലും അവർ ഒന്ന് കാണണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഈ രമേശൻ നായർക്ക് ആകെയുള്ള ഒരു മകനാണ്, പിന്നുള്ളത് മകളാണ്. അതുകൊണ്ട് ഈ മകൻ്റെ ഒരു കുഞ്ഞിനെ അവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് രേവതിക്കുട്ടിയും കൂട്ടിയിട്ടൊന്ന് അവിടം വരെ പോവേണ്ടി വരും എന്ന് പറയണം. അപ്പോൾ ഗ്രേസമ്മയ്ക്ക് ഭയങ്കര പേടി, മാമച്ചായ രേവതിക്കുട്ടിയും കൂട്ടി അവിടേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവർ രേവതിക്കുട്ടിയെ വിടാതിരുന്നാലോ, എന്ത് ചെയ്യും നമ്മൾ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ആൻറ്റി എന്തൊക്കെയാണ് പറയണത്, എന്നെ അവർ വിടാതിരിക്കാൻ എന്നെ പിടിച്ച് കെട്ടിയിടാൻ പറ്റുമോ, ഞാൻ എന്താ കൊച്ചു കുട്ടിയാണോ എന്നെ പിടിച്ച് അടച്ചിടാനൊക്കെ, ഞാൻ ഒരു 18 വയസ്സ് കഴിഞ്ഞൊരു പെൺകുട്ടിയല്ലേ, എനിക്കറിയില്ലേ എവിടെ നിൽക്കണോ എന്നൊക്കെ, ആൻറ്റി എന്തിനാ ഇങ്ങനെ പേടിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മാമച്ചായൻ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പിടിച്ചു വെക്കാനൊന്നും പറ്റത്തില്ല ഗ്രേസമ്മേ, കാരണം ഇവളെ നമ്മൾ ദത്തെടുത്തതാണ്, എല്ലാ രേഖകളും നമ്മുടെ കയ്യിലുണ്ട്. ഇനി ആരൊക്കെ എത്രയൊക്കെ ബന്ധുക്കൾ വന്ന് പറഞ്ഞാലും അതൊക്കെ കാണിച്ച് നമുക്ക് തൽക്കാലത്തേക്ക് പിടിച്ചു നിൽക്കാം. പിന്നെ മാത്രമല്ല, രേവതിക്കുട്ടി നമ്മളുടെ കൂടെ നിൽക്കണമെന്ന് പറയുന്നിടത്തോളം കാലം ആർക്കും നമ്മളിൽ നിന്ന് രേവതിക്കുട്ടി അകറ്റി മാറ്റാനൊന്നും പറ്റില്ല. നമ്മളവിടെ പോയി അവരെയൊക്കെ കാണുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ഉടനെ തന്നെ രേവതിക്കുട്ടിയുടെ അച്ഛനെ കാണാനായിട്ട് പോകണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് രേവതിക്കുട്ടി ഈ കാര്യങ്ങളൊക്കെ അലീനയെ വിളിച്ച് പറയുന്നതാണ്. അപ്പോൾ അലീന ഇതൊക്കെ കേട്ടിട്ട് ആകെ വല്ലാത്തൊരവസ്ഥയിലാണ്. സത്യമാണോ മോളെ നീ പറയുന്നത്, നിന്നെ അന്വേഷിച്ച് നിൻ്റെ മുത്തച്ഛൻ വന്നെന്നോ? അതേ ചേച്ചി, കഴക്കൂട്ടത്ത് പോയിട്ട് എല്ലാ വിവരങ്ങളും അന്വേഷിച്ച് ഇവിടെ വന്നതാണ്. പക്ഷേ ആൻറ്റി എന്നോട് പറഞ്ഞൊന്നുമില്ല. ഒരു ദിവസം രാത്രിയിൽ ഞാൻ ഇവിടെ നിന്നെ അന്വേഷിച്ച് നിൻ്റെ വീട്ടുകാർ വന്നാൽ നീ പോകുമോ എന്നൊക്കെ ചോദിച്ച് ഒരു ഡ്രാമ കളിച്ചു. അപ്പോഴൊന്നും എനിക്ക് മനസ്സിലായില്ല. പിന്നീട് അവർ ആ മുത്തച്ഛൻ നമ്മുടെ ചിന്നുക്കുട്ടിയെ കൊണ്ടുപോയ ത്യാഗഭവനിലേക്ക് പോയി.
അവിടെ നിന്നും സിസ്റ്റർ എന്നെ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞത് എന്ന് പറയുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, എന്നിട്ട് പിന്നെയും ആ മുത്തച്ഛൻ വന്നു എന്ന് ചോദിക്കുമ്പോൾ വീണ്ടും വന്നു ചേച്ചി, ഞാനുള്ളപ്പോൾ വന്നു, എന്നെ കണ്ടു, ശരിക്കും പിന്നീട് മാമച്ചനങ്ങൾ അവിടെ പോയി അന്വേഷിച്ചു, ഇതൊക്കെ സത്യമാണെന്ന് അറിഞ്ഞു എന്ന് പറയാണ്. അപ്പോൾ ഇനി നീ അവരെ വിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ചേച്ചി എന്തായി പറയണത്, അങ്കിളിനെയും ആൻറ്റിയും വിട്ട് ഞാൻ പോവാനോ, അതൊരിക്കലും നടക്കത്തില്ല. പിന്നെ അവർ വന്ന് വിളിച്ചതല്ലേ, നിൻ്റെ അച്ഛനാണെങ്കിൽ ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ കിടക്കുകയല്ലേ, അപ്പോൾ നീ എന്ത് ചെയ്യും, ഇനി നിനക്ക് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ പോവണം ചേച്ചി, പോകുന്നുണ്ട്, ആൻറ്റിയും അങ്കിളും കൂടെ എന്നെ കൊണ്ടുപോയി ഒന്ന് കാണിക്കും, തിരിച്ചു പോരും, അത്രയേ ഉള്ളൂ എന്ന് പറയാണ്. എന്നാലും മോളെ നിൻ്റെ അച്ഛനല്ലേ നിന്നെ വിളിക്കുന്നത്, അപ്പോൾ അവിടെ നിൽക്കാനായിട്ട് പറഞ്ഞാൽ നീ എന്ത് തീരുമാനിക്കുമെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല ചേച്ചി, പക്ഷേ എനിക്ക് അങ്ങനെ ഒരു കണക്ഷനും ഒന്നുമില്ലല്ലോ, എന്നെ സ്വന്തം മകളെ പോലെ എൻ്റെ ആരുമല്ലാതിരുന്നിട്ടും ഞാൻ അവരുടെ ആരുമല്ലാതിരുന്നിട്ടും സ്വന്തം മകളെ പോലെ എന്നെ നോക്കിക്കൊണ്ട് നടക്കുന്നത് എൻ്റെ ആൻറ്റിയും അങ്കിളുമല്ലേ, അവരെ വിട്ട് ഞാൻ ഒരിക്കലും പോകത്തില്ല എന്ന് പറയുന്നുണ്ട്. ശരി മോളെ, എന്നാൽ നീ പോയിട്ട് വാ, പോയിട്ട് വന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ പറയണം എന്ന് പറഞ്ഞ് അലീന ഫോൺ വെക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് മാമച്ചനും ഗ്രേസിമ്മയും രേവതിക്കുട്ടിയും കൂടിയിട്ട് രേവതിക്കുട്ടിയുടെ അച്ഛനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നതാണ്. അവിടെ ചെല്ലുമ്പോൾ തന്നെ രമേശൻ നായരെ കാണുന്നുണ്ട്. അപ്പോൾ രേവതിക്കുട്ടി വന്നത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമാവാണ്. ആ മോള് വന്നല്ലോ, എനിക്കറിയായിരുന്നു മോള് വരുമെന്ന്, എൻ്റെ മനസ്സ് പറഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ മാമച്ചായൻ ചോദിക്കുന്നുണ്ട് എവിടെയാണ് മകൻ കിടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവരെ കൂട്ടിയിട്ട് മകൻ്റെ റൂമിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അവിടെ ഒരു ICUവിൻ്റെ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ രമേശൻ നായർ പറയുന്നുണ്ട് ഒരാൾക്ക് മാത്രമേ അകത്തേക്ക് കയറി കാണാൻ കഴിയുള്ളൂ, ഒരാളെ മാത്രമേ അകത്തേക്ക് കയറ്റി വിടുള്ളൂ എന്ന് പറയണം. അപ്പോൾ നമ്മുടെ രേവതിക്കുട്ടിയോട് അകത്തേക്ക് കയറാനായിട്ട് രമേശൻ നായർ പറയണം. അങ്ങനെ സിസ്റ്റർ വന്നിട്ട് പറയുന്നുണ്ട് ഒരാൾ കയറിയാൽ മതി കേട്ടോ എന്ന് പറയുമ്പോൾ രേവതിക്കുട്ടിയോട് കയറാൻ വേണ്ടിയിട്ട് പറയാണ് ഗ്രേസമ്മയും മാമച്ചാനും. അപ്പോൾ ഗ്രേസമ്മ തലകൊണ്ട് ആട്ടുന്നുണ്ട്, പോയിട്ട് വാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രേവതിക്കുട്ടി അകത്തേക്ക് കയറി ചെല്ലുകയാണ്. രേവതിക്കുട്ടി അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ ഇങ്ങനെ ICUവിൽ ഇങ്ങനെ കിടക്കുകയാണ് രേവതിക്കുട്ടിയുടെ അച്ഛൻ. മാസ്ക് ഇങ്ങനെ ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ രേവതിക്കുട്ടി എന്ത് ചെയ്യണം, എന്താ വിളിക്കേണ്ട, അച്ഛാന്ന് വിളിക്കണോ, എന്താ ഇത് തൻ്റെ അച്ഛനാണെന്നാണ് പറയുന്നത്, എന്താ ഇപ്പോൾ ഞാൻ വേണ്ടത് എന്നോർത്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഒന്നും സംസാരിക്കാനും ഒന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ രമേശൻ നായർ ആ സിസ്റ്ററോട് ചോദിക്കുന്നുണ്ട്, സിസ്റ്ററെ ഞാനും കൂടി പൊക്കോട്ടെ, എനിക്കും കൂടി അകത്തേക്കൊന്ന് കയറാൻ പറ്റുമോ, ആ കുട്ടിക്ക് അങ്ങനെ പരിചയമില്ല, സംസാരിക്കാനൊന്നും പറ്റില്ല എന്ന് പറയുമ്പോൾ സിസ്റ്റർ അനുവദിക്കുന്നുണ്ട്. അങ്ങനെ രമേശൻ നായരും കൂടി അകത്തേക്ക് കയറുകയാണ്. അപ്പോൾ അകത്തേക്ക് കയറുമ്പോൾ രേവതിക്കുട്ടി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നോക്കി നിൽക്കില്ലേ. ആ സമയത്ത് രമേശൻ നായർ മകൻ്റെ അടുത്തേക്ക് വന്നിട്ട് മോനെ ദേ നോക്കി, ഇതാരാ വന്നിരിക്കുന്നത് നോക്കിയേ, നിൻ്റെ മകളാണ് വന്നിരിക്കുന്നത്, നിൻ്റെ സ്വന്തം മോളാണ് ഈ വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അയാൾ മെല്ലെ കണ്ണ് തുറന്ന് രേവതിക്കുട്ടിയെ ഇങ്ങനെ നോക്കുകയാണ്. രേവതിക്കുട്ടിയെ നോക്കുമ്പോൾ അയാളുടെ കണ്ണിലൊരു തിളക്കം വരികയാണ്. രേവതിക്കുട്ടി ഭയങ്കര ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ്. തൻ്റെ സ്വന്തം അച്ഛനാണ്, പക്ഷേ അങ്ങനെ ഒരു കണക്ഷനും ഒന്നുമില്ല, തൻ്റെ സ്വന്തം അച്ഛനെ ആദ്യമായിട്ട് കാണുകയാണ്. ആ ഒരു എക്സൈറ്റ്മെൻറ്റും അങ്ങനെയൊന്നുമില്ല, വല്ലാത്തൊരു ടെൻഷനും സങ്കടവും ഒക്കെ കൂടിയാണ്. അപ്പോൾ രമേശൻ നായർ പറയുന്നുണ്ട് മോൻ്റെ സ്വന്തം മോളാണ് ഈ നിൽക്കുന്നത്, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അച്ഛൻ്റെ വാക്ക് പാലിച്ചിരിക്കുകയാണ്, ഈ ഒരു ആഗ്രഹമെങ്കിലും അച്ഛനെ കൊണ്ട് നടത്തി തരാൻ സാധിച്ചതിൽ അച്ഛന് ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയെങ്കിലും മോൻ എല്ലാ വാശിയും ഒക്കെ കളയണം, മനസ്സ് ഒന്ന് ഫ്രീ ആക്കണം, അച്ഛനോട് ദേഷ്യമൊന്നും തോന്നരുത്, ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. നിൻ്റെ മോളാണ് നിൻ്റെ മുന്നിൽ നിൽക്കുന്നത് രേവതിക്കുട്ടി എന്ന് പറയാണ്. അപ്പോൾ അയാളാണെങ്കിൽ ഇങ്ങനെ മെല്ലെ കൈ ഇങ്ങനെ പൊക്കുന്നുണ്ട്. അപ്പോൾ രേവതിക്കുട്ടിയെ അടുത്തേക്ക് ഇങ്ങനെ നീക്കി നിർത്തുകയാണ് രമേശൻ നായർ. അപ്പോൾ രേവതിക്കുട്ടിയുടെ കയ്യിൽ മെല്ലെ ഇങ്ങനെ പിടിക്കുകയാണ് അവളുടെ അച്ഛൻ. അപ്പോൾ രേവതിക്കുട്ടിക്ക് ഒരു വല്ലാത്ത ഫീല് തോന്നുകയാണ്, ഭയങ്കര സങ്കടവും വിഷമവും ഒരു ടെൻഷനും ഒക്കെ കൂടി ഇങ്ങനെ തോന്നുകയാണ്. അയാൾക്കാണെങ്കിൽ സംസാരിക്കാനൊന്നും പറ്റത്തില്ല, മെല്ലെ ഇങ്ങനെ മോളേന്ന് വിളിക്കുന്നത് പോലെ കാണിക്കുന്നുണ്ട്. അപ്പോൾ രേവതിക്കുട്ടി അപ്പോൾ സിസ്റ്റർ വന്നിട്ട് പറയുന്നുണ്ട് മതി, ഒരുപാട് നേരം ഇവിടെ നിൽക്കണ്ട എന്ന് പറയുമ്പോൾ രമേശൻ നായർ രേവതിക്കുട്ടിയും കൂട്ടിയിട്ട് പുറത്തേക്ക് വരികയാണ്. അപ്പോൾ രേവതിക്കുട്ടി വേഗം ഗ്രേസമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ആകെ സങ്കടപ്പെട്ട് കരഞ്ഞൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ മാമച്ചായൻ രമേശൻ നായരോട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഗ്രേസമ്മ രേവതിക്കുട്ടിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും ചോദിക്കുകയും പറയുന്നൊന്നുമില്ല കേട്ടോ. അങ്ങനെ പിന്നീട് ഇവർ പോകാനായിട്ട് നിൽക്കുമ്പോൾ രമേശൻ നായർ ചോദിക്കുന്നുണ്ട് ഇന്ന് പോകണോ, ഇന്നൊരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്യാവോ, നാളെയും കൂടെ ഒന്ന് കണ്ടിട്ട് പോയാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ ഗ്രേസമ്മയും മാമച്ചായനും മുഖാമുഖം നോക്കുകയാണ്. വേണ്ട എന്നുള്ള രീതിയിൽ ആക്ഷൻ കാണിക്കുകയാണ് ഗ്രേസമ്മ. അപ്പോൾ മാമച്ചായൻ പറയുന്നുണ്ട് അല്ല ഞങ്ങൾക്ക് പോയിട്ട് അത്യാവശ്യം ഉണ്ടെന്ന് പറയുമ്പോൾ എൻ്റെ മോൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ, ഈ ഒറ്റ തവണയല്ലേ എൻ്റെ മോളെ അവനൊന്ന് കണ്ടുള്ളൂ, സ്വന്തം മോളെ ഒന്നുകൂടി കണ്ട് അവൻ എന്തെങ്കിലും ഒന്ന് സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തൂടെ, ഒരു ദിവസം ഒന്ന് ഇവിടെ സ്റ്റേ ചെയ്യാവോ, വേണമെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് പോകാം എന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ട, ഞങ്ങളിവിടെ ഹോട്ടലിൽ റൂം എടുത്തോളാം എന്ന് പറയാണ് മാമച്ചായൻ. അങ്ങനെ അന്ന് അവരവിടെ ഹോട്ടലിൽ റൂം എടുത്തിട്ട് സ്റ്റേ ചെയ്യാണ്.